ബഡ്ജറ്റിൽ ആകെ ഞാൻ കാണുന്നത് ചില ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തു എന്നല്ലാതെ ബിയോണ്ട് വിച്ച് ദ എൻറ്റയർ തിങ് ഈസ് ഹോളോ. നമുക്കൊരു 5 വർഷത്തെ കാലഘട്ടം ഉള്ളപ്പോൾ നമ്മൾ ഈ പറയുന്ന 15 ദിവസം കൊണ്ട് ഈ വൈറ്റ് പേപ്പറും പിന്നെ ഒരു 15 ദിവസം കൊണ്ട് ഒരു ബഡ്ജറ്റും അവതരിപ്പിച്ചത് കൊണ്ട് ബെനഫിറ്റ് എന്താണ്, ആർക്കാണ്? ഇത് വളരെ ശക്തമായ കേന്ദ്രവുമായി ചേർന്ന് അലൈൻ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു റോഡ് മാപ്പ് തന്നെയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യ ഓപ്പൺ അപ്പ് ചെയ്യണം, ഇന്ത്യ ഫോറിൻ പ്രോഡക്ട്സിന് മാർക്കറ്റ് എൻട്രി കൊടുക്കണം. ഈ കൊക്കോക്കോളയും ഇതുമെല്ലാം തിരിച്ചു വരാനായിട്ടുള്ള കാരണം അവിടുത്തെ ഒരു വലിയ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വലിയ മിശിഹ വന്ന് അവതരിച്ചതല്ല. ദാറ്റ് വാസ് ഇമ്പോസ്ഡ് ഓൺ ഇന്ത്യ. പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് തെറ്റാണ്, അതിൽ നിന്നാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. ഈ തെറ്റാണ്, എന്തോ ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറയുന്നത് ഒരു റോങ് നറേറ്റീവാണ്. ആളുകളെ എന്തോ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്നത്. ദാറ്റ്സ് നോട്ട് എ ബാഡ് വേർഡ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. UDF മന്ത്രിസഭയുടെ ആദ്യ ബജറ്റ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ VD സതീശൻ അവതരിപ്പിച്ചു. അതിനെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട്. വാർത്തകളിലൊക്കെ തന്നെ അതിന് വലിയ പ്രാധാന്യവും ലഭിച്ചിരിക്കുകയാണ്. ഈ ബജറ്റ് നമ്മുടെ മലയാളികളുടെ ജനജീവിതത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക? പ്രഖ്യാപനങ്ങൾ എത്രത്തോളം നമുക്ക് ഹൃദ്യമായിട്ടുള്ളതാണ്, നടപ്പിലാക്കാൻ എളുപ്പമുള്ളതാണ് എന്നുള്ളതാണ് നമുക്കിന്ന് പരിശോധിക്കേണ്ടത്. നമ്മോടൊപ്പം ചേരുന്നു സാമ്പത്തിക നിരീക്ഷകൻ ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്തേ. വിലയിരുത്തലുകൾ ഒട്ടേറെ വന്നു കഴിഞ്ഞു. കാരണം 24 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ബജറ്റ് അവതരിപ്പിച്ചിട്ട് സമയം ഒട്ടേറെയായി. എങ്കിലും ഇത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റമുണ്ടാക്കും? അതാണല്ലോ ഒരു സർക്കാരിൻ്റെ പ്രവർത്തനത്തെ, ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരും, അതിൻ്റെ നിലവാരത്തെ എന്നുള്ളതാണ് ഏറ്റവും സ്വാധീനിക്കേണ്ട ഒരു വശം. ഈ ബജറ്റിനെ കുറിച്ച് അതുകൊണ്ട് തന്നെ അങ്ങയുടെ അഭിപ്രായത്തിൽ തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇതൊരു അൺവാണ്ടഡ് ബഡ്ജറ്റായിരുന്നു എന്നുള്ളതാണ്. ഒരു റിവൈസ്ഡ് ബഡ്ജറ്റ് എന്നാണ് ഇതിനെ പറഞ്ഞത്, അല്ലേ? ഒരു കേരളത്തിൻ്റെ ധനകാര്യ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ റിവൈസ്ഡ് ബഡ്ജറ്റാണ്. അപ്പോൾ അതിന് മുമ്പ് എന്തോ ഒരു റിവിഷന് മുമ്പ് ഒരു ഒറിജിനൽ ഉണ്ടായിരുന്നു എന്നല്ലേ. അപ്പോൾ പിണറായി വിജയൻ സർക്കാർ പോകുന്നതിന് മുമ്പേ ഒരു പക്ഷേ ഒരു ഓവർ കോൺഫിഡൻസോ കൊണ്ടായിരിക്കണം, ഒരു വോട്ട് ഓൺ അക്കൗണ്ട് അല്ലായിരുന്നു, ഒരു ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിച്ച് അത് പാസ്സാക്കിയിട്ടാണ് പോയത്. അപ്പം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അനുസരിച്ച് ഒരു ബഡ്ജറ്റ് നിയമസഭ പാസ്സാക്കിയതിരിപ്പുണ്ടായിരുന്നു. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 18-ാം തീയതി 19-ാം തീയതിയോ മെയ് ചാർജ് എടുത്ത മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പും കൂടെ ഹാൻഡിൽ ചെയ്യുന്ന മുഖ്യമന്ത്രി, ഒരു മാസം, ഒരു 30 ഡേയ്സിനകത്ത് ഒരു പുതിയ റിവൈസ് ചെയ്തൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിന് ഒരു വൈറ്റ് പേപ്പർ ഉണ്ടാക്കി അതിനെ ഇവിടെ ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു സാമ്പത്തിക നിലയെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്തു. അതിനെപ്പറ്റി ഒരു സ്റ്റഡി ചെയ്തിട്ടാണല്ലോ ഇത് വൈറ്റ് പേപ്പറൊക്കെ ഇറക്കേണ്ടത്. അത് കഴിഞ്ഞ് അതിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കണമല്ലോ ബഡ്ജറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റോഡ് മാപ്പ് ആയിരിക്കണമല്ലോ ബഡ്ജറ്റ്. അതിന് ആക്ച്വലി ഒരു നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സീരിയസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള സമയം ഉണ്ടായിരുന്നോ? ഒരു 1 മന്ത് സമയം മതിയോ? ഒരു ഇപ്പോൾ അങ്ങോട്ട് വന്ന ഗവൺമെൻറ് ഇതിൻ്റെ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ പഠിച്ച് വൈറ്റ് പേപ്പർ ഇറക്കി, അതും ഒരു പക്ഷേ ഒരു ഹറീഡ് ആയിരുന്നില്ലേ? തിടുക്കപ്പെട്ട് ഒരു ബജറ്റായി പോയി എന്നാണ് അങ്ങയുടെ അഭിപ്രായം. അത് ആക്ച്വലി ഹി കുഡ് ഹാവ് വെയിറ്റഡ്. ഇതിനകത്ത് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഉണ്ടാകാം, കട്ട് മോഷൻസ് വരാം, ബാക്കിയുള്ള രീതിയിലൊക്കെ ഒരു ഫുൾ ബഡ്ജറ്റ് എന്നുള്ളതിനെ റിവൈസ് ചെയ്യാതെ ഹി കുഡ് ഹാവ് ക്യാരിഡ് ഇറ്റ് ഫർദർ ഫോർവേഡ്. അതായിരുന്നു എൻ്റെ മനസ്സിൽ ഒരു ആദ്യമായിട്ട് തോന്നിയ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോബ്ലം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒറിജിനൽ ആയിട്ടുള്ള അതിനെ കുറ്റപ്പെടുത്തലോ അതിനെപ്പറ്റി ഒരു എന്ത് ചെയ്തില്ല എന്ത് ചെയ്തു എന്നൊക്കെ പറയാനുള്ള ഒരു അവകാശം ഇന്ന് ഭരണകക്ഷിക്ക് നഷ്ടപ്പെട്ടു ഇൻ 1 മന്ത് ടൈം. സോ അവർ ആ ഓണർഷിപ്പ് എടുത്തു. ഇനി നടക്കുന്നത് ഞങ്ങളാണ് റെസ്പോൺസിബിൾ എന്ന്. അതൊരു വളരെ ബോൾഡാണ്, അല്ലേ? പക്ഷേ അതിനകത്ത് വാസ്തവം പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ക്രിട്ടിക്കലാണെന്നും ഒരു ഡെത്ത് ബെഡോ അല്ലെങ്കിൽ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു എക്കോണമിയെ കണ്ടിന്യൂസ് ആയിട്ട് നഴ്സ് ചെയ്ത് ഒരു
അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷനാണ് നമ്മൾ കാണേണ്ടത്. കറക്റ്റ്. കാരണം വൈറ്റ് പേപ്പർ ഡയഗ്നോസിസ് കഴിഞ്ഞു, ആ റിപ്പോർട്ട് വന്നു, ഇത്ര രോഗങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം നമ്മൾ ഈ ബഡ്ജറ്റ് വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താ, അതിനുള്ള പരിഹാരങ്ങൾ എന്താണ്, പ്രതിവിധികൾ എന്താണ്, രോഗ ക്യൂർ ചെയ്യാനുള്ള മരുന്നും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും എന്താണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ആ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. രോഗനിർണയത്തിനുള്ള ഡയഗ്നോസിസ് ചെയ്തിട്ടുള്ളതിൻ്റെ പരിഹാരങ്ങളോ അതിനുള്ള ഒരു ഇൻ്റർവെൻഷൻസോ ഇതിനകത്ത് വന്നിട്ടുണ്ടോ, അതൊരു വലിയ ബിസിനസ് ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാറി. ഇന്ന് UDF സർക്കാരിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയി കഴിഞ്ഞു. ആ ഒരു നമ്മൾ പറഞ്ഞില്ലേ, ഏതാണ്ട് ഇവർ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് 2016 ഏറ്റെടുക്കുമ്പോൾ ഇതുപോലെ ഐസക് ആയിരുന്നു ധനകാര്യമന്ത്രി, അദ്ദേഹം ഒരു വൈറ്റ് പേപ്പർ ഇറക്കിയിരുന്നു, എന്നിട്ട് ഇത് ബാഡാണെന്നുള്ളത് പറഞ്ഞു. 10 വർഷത്തെ ഭരണം കഴിയുമ്പോഴത്തേക്ക് ഇത് ബേഴ്സാണെന്നും ഒരു ക്രിട്ടിക്കാലിറ്റി ഉണ്ടെന്നും ഉള്ള വളരെ ട്രാൻസ്പെറൻറ്റോ ട്രൂത്ത്ഫുള്ളോ വളരെ ഓപ്പണായിട്ടോ ഒക്കെ ഇതിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്തു ഈ പ്രാവശ്യത്തെ UDF മന്ത്രിസഭയിൽ. അത് വന്നതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഫോർട്ട് നൈറ്റ് കഴിഞ്ഞപ്പോഴേ ഈ സാധനം വന്നു. അതാണ് ഒരു പഴയ ധനകാര്യമന്ത്രി പറഞ്ഞത്, ഇത് AI ജനറേറ്റഡ് ആണ് എന്നൊക്കെ പറയുന്ന അതായത് AI ജനറേറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല. ആ ഡേറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചേർഡായിട്ടൊരു ഇന്നത്തെ ഒരു നോം അത് തന്നെയാണ്. അത് ഒരു തെറ്റാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിന് വേണ്ട ഒരു ഫുൾ ഫ്ലെജ്ഡ് ഹ്യൂമൻ എലമെൻ്റ് അതിനകത്ത് മിസ്സിങ് ആയോ, ഒരു ഹറീഡായിട്ട് ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്സ് ഉണ്ടോ, വല്ലതും ലീവ് ഔട്ട് ചെയ്തോ, അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. നമുക്കൊരു 5 വർഷത്തെ കാലഘട്ടം ഉള്ളപ്പോൾ നമ്മൾ ഈ പറയുന്ന 15 ദിവസം കൊണ്ട് ഈ വൈറ്റ് പേപ്പറും പിന്നെ ഒരു 15 ദിവസം കൊണ്ട് ഒരു ബഡ്ജറ്റും അവതരിപ്പിച്ചത് കൊണ്ട് ബെനഫിറ്റ് എന്താണ്, ആർക്കാണ്, ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ലെവൽ. അപ്പോൾ അതിനൊരു ഉത്തരം നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വിസ്മയം ഉണ്ട്, മാജിക് മാജിക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു ഹോളോ ആയിട്ടുള്ള ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട്, അതായത് നമ്മൾ ഇത്രയും കാലം കിഫ്ബിയെ മുൻനിർത്തി ഒരുപാട് പ്രഖ്യാപനങ്ങളുടെ ഒരു ഫെസ്റ്റിവലായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷം. അത് ആഘോഷമായിരുന്നു, അതിനെപ്പറ്റി വലിയ 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 ഇതുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ഒരു തുടർച്ച തുടരും ആയില്ലേ, ആ ഒരു ക്രിറ്റിസിസം ഇന്ന് വന്നില്ലേ. ഓക്കെ, അതാണ്. അപ്പം ഇത്രയും വലിയ കാര്യങ്ങൾ പറയുകയും ക്രിട്ടിസൈസ് ചെയ്യുകയും ഇന്നലെ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയുണ്ടായി, നിങ്ങൾ പറഞ്ഞിട്ട് IGST അതെവിടെ പോയി, ഇങ്ങനെയുള്ള. അപ്പോൾ ഇവർ ക്രിട്ടിസൈസ് ചെയ്ത കാര്യങ്ങൾ പോലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു നീജർക്ക് അല്ലെങ്കിൽ ഒരു 30+ hours കഴിഞ്ഞിട്ട് എൻ്റെ ഒരു നിരീക്ഷണം. ഓക്കെ. അല്ല, ഇപ്പോൾ വേർത്ത് ചോദിക്കുകയാണെങ്കിൽ സാർ, ഇപ്പോൾ പറഞ്ഞു വെച്ച ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഹോളോ ആയിട്ടുള്ളൊരു അനുഭവപ്പെടലാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അതായത് ചിലരൊക്കെ തന്നെ പറഞ്ഞു ഒട്ടേറെ പ്രഖ്യാപനങ്ങളുണ്ട്, ഓക്കെ, വളരെ എല്ലാ മേഖലകളെയും തൊട്ട് തലോടി പോയിട്ടുണ്ട്, പക്ഷേ ഈ പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കും എന്നൊരു ചോദ്യം ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യമാണോ അങ്ങയുടെ മനസ്സിലുമുള്ളത്? അല്ല, ചോദ്യമാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇത് ഒരു ടോട്ടലി ഒരു സ്റ്റുപ്പിഡ് ബഡ്ജറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനകത്തൊരു വലിയ തോതിലുള്ളൊരു സ്ട്രാറ്റജി വർക്ക് ചെയ്യാനായിട്ട് ഈ പ്രിപ്പയർ ചെയ്ത ടീമിന് തോന്നിയിട്ടുണ്ട്. ഞാനിതൊരു 100% ധനകാര്യമന്ത്രി മാത്രം ഇരുന്ന് ചെയ്യുന്നതല്ലല്ലോ, ഇതൊരു ടീമല്ലേ. അപ്പം അതിനകത്തുള്ളൊരു ബ്രില്യൻസ് എന്ന് ഞാൻ കാണുന്ന 2-3 കാര്യം. ഒന്ന്, ഇത് വളരെ ശക്തമായ കേന്ദ്രവുമായി ചേർന്ന് അലൈൻ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു റോഡ് മാപ്പ് തന്നെയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അല്ലാതെ കേന്ദ്രത്തെ വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമല്ല. വിച്ച് ഇസ് എ ഗുഡ് തിങ്. ഇറ്റ്സ് എ പോസിറ്റീവ്. കാരണം കേന്ദ്രം എന്ന് പറയുന്നത് ഒരു ഇതല്ലല്ലോ, ഒരു ഇതല്ല. അതൊരു വലിയൊരു ഷിഫ്റ്റ് ഇൻ പോളിസിയാണ്. നേരത്തെ ഉണ്ടായിരുന്ന 10 വർഷം ഒരു ഇനിമിക്കലായിട്ടോ ഏറ്റുമുട്ടലിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പണം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ള ആ ഒരു ബുദ്ധി ആണ്. അതായത് ലൈഫ് മിഷനാക്കി. ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന എനിക്ക് വേണ്ട. അപ്പോൾ അതിൻ്റെ ലൈഫ് മിഷൻ ഏറ്റവും വലിയ അഴിമതി ഉണ്ടായി CBI വരെ പോയ ഒരു വിഷയമാണെന്ന് നമ്മൾ ആലോചിക്കണം. കറക്റ്റ്.
അപ്പം ലൈഫ് മിഷൻ പോലുള്ള അതിൻ്റെ എത്ര ഇഫക്റ്റീവ്നെസ് ഉണ്ടായി എന്നുള്ളത് അതിനകത്തൊരു ക്വസ്റ്റ്യനബിളാണ്. എനിവേ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത് സമുദ്ര മിഷനാണ്. അതെ, തീർച്ചയായിട്ടും. അതിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാരിടൈം ഇൻഡസ്ട്രീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് ഇനി സാധ്യതയുള്ളത്. നമുക്ക് ഇത്രയും വളരെ നാച്ചുറലായിട്ടുള്ള ഒട്ടേറെ റിസോഴ്സസ് ഉണ്ട്, നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. കൊച്ചിയുണ്ട്, 17 ചെറിയ തുറമുഖങ്ങളുണ്ട്, ഇപ്പോൾ ദേ വന്നിരിക്കുന്നു വിഴിഞ്ഞവും. അതെ, ഇത്രയും വലിയ സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ എന്താണ് വിഷൻ സമുദ്ര എന്നുള്ള ഒരു പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് വലിയൊരു സന്തോഷം. എന്നാൽ ഇതൊരു കഴിഞ്ഞ 5 വർഷം മുമ്പേ ബ്ലൂ എക്കോണമിയെ പറ്റിയും സാഗർമാലയും എന്നൊക്കെ പറഞ്ഞ ഓൾറെഡി സ്റ്റേറ്റിൻ്റെ ഒരു സെൻറ്ററിൻ്റെ പ്രോഗ്രാം ഇവിടെ ഇംപ്ലിമെൻറ്റഡ് ആണ്. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഇത്രയും നാൾ മുഖം തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു കേരളം എന്നാണ് അല്ലേ? അതെ. അപ്പോൾ ഇതിനകത്ത് ഫിഷറീസിന് സെപ്പറേറ്റ് ഒരു മിനിസ്ട്രി ഉണ്ടാക്കിയ ഒരു യൂണിയൻ ഗവൺമെൻറ് നമുക്കുണ്ടായിരുന്നു. ഇത്രയും ഏതാണ്ട് 600 കിലോമീറ്ററുള്ള കോസ്റ്റ് ലൈനുള്ള നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്തില്ല. കാരണം എന്താ, ഞാൻ ഇത് യൂട്ടിലൈസ് ചെയ്താൽ ഇതിൻ്റെ ഗുണം ക്രെഡിറ്റ് കാരണം നരേന്ദ്രമോദിയുടെ പടം വച്ച സാധനം വരും. അതെ, അതവർ ചെയ്യുകയും ചെയ്യും. പൊളിറ്റിക്കലി മെച്യൂറാണ് അവർ. ഈ ഒരു ബെനിഫിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതിനുള്ള ലിവറേജും എടുക്കും. അതെ, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ്. എന്നാൽ ഇത് പറ്റില്ല, ഇത് കേരളമാണ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി യൂണിയൻ മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ കേരളം, ആന്ധ്ര, ഒറീസ എന്നുള്ള ഇതിൻ്റെ ഒരു റെയർ എർത്ത് കൊറിഡോറിനെ പറ്റി പറഞ്ഞു എന്നുള്ളത് അങ്ങ് ഓർമ്മിക്കണം. യെസ്, കറക്റ്റ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു. അപ്പോൾ ആലോചിക്കുന്നത് ഇത്രയും വലിയ ഫ്ലാഗ്ഷിപ്പ് ഒരു പ്രോജക്റ്റ് കേരള ഗവൺമെൻറ് പറയുമ്പം അതിൽ ഇയർമാർക്ക് ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 400 crores. ആ 400 കോടി വെച്ച് ഇതിൽ എന്തെങ്കിലും 600 ഏക്കർ അല്ല 600 കിലോമീറ്റർ സ്ഥലത്ത് എന്താ ചെയ്യാൻ നോക്കുന്നത്? ഫീസിബിലിറ്റി സ്റ്റഡി നടത്താൻ ഈ പൈസ പോരാ. അപ്പോൾ ഇതൊരു അങ്ങനെ ഒരു ബ്രില്യൻ്റ് ആണോ, സ്ലൈ ആണോ, ക്ലെവർ ആണോ എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യണം. പക്ഷേ എനിക്ക് ഐ എം ഹാപ്പി. കാരണം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സാധനത്തിനെ പറ്റി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഡെവലപ്മെൻറ്റ് നടക്കൂ എന്ന മോഡൽ നമ്മൾ ഇന്ത്യ കാണിച്ചു കൊടുത്തു. കറക്റ്റ്. അങ്ങനെ ആദ്യം പറഞ്ഞ ആ പേര് ഞാൻ വീണ്ടും പറയുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ. സമുദ്രമാല, സാഗർമാല, ഭാരത്മാല, സാഗർമാല. കറക്റ്റ്. ഗതിശക്തി ഇതിനെല്ലാം ഫണ്ട് അലോക്കേഷൻ ഉണ്ട്. കറക്റ്റ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഫണ്ട് ഇതിനു വേണ്ടി ഇതിൽ നിന്ന് വിനിയോഗിച്ചിരിക്കുന്നത് ഗുജറാത്താണ്, അതിനുശേഷം മഹാരാഷ്ട്രയാണ്, അതിനുശേഷം തമിഴ്നാടാണ്. യെസ്. അപ്പോൾ ഇത് BJP റൺ സ്റ്റേറ്റ് ഡബിൾ എൻജിൻ സർക്കാരുകളുള്ളിടത്ത് മാത്രമല്ല. അപ്പോൾ തമിഴ്നാട് എന്ത് ചെയ്തു? ഇത് ഇന്നത്തെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് പ്ലാനിംഗ് ബോർഡ് ഇല്ല, പ്ലാൻ എക്സ്പെൻഡിച്ചർ, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ ഇതില്ല, ഈ റീജിയണൽ ആയിട്ടുള്ള അലോക്കേഷൻ ഇല്ല. അപ്പോൾ ഇന്നത്തെ ഒരു ബഡ്ജറ്റ് കഴിയുമ്പോൾ, യൂണിയൻ ബഡ്ജറ്റ് കേരളത്തിന് എന്ത് കിട്ടി എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. റിറലവൻ്റ് ആണ് ആക്ച്വലി. അവർ ഇന്ന സാഗർമാല പദ്ധതിക്ക് ഇത്രയുണ്ടെന്ന് പറഞ്ഞാൽ കേരള ഈസ് ഇൻക്ലൂഡഡ്. നമുക്കിത് വേണോ വേണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. കറക്റ്റ്. ആ പറയുന്ന കാര്യത്തിൽ മുഖം തിരിഞ്ഞ് നിന്ന ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ അവിടെ നിന്നൊരു ബേസിക് ഷിഫ്റ്റാണ്. അത് ഓപ്പണായിട്ട് ഒരു പക്ഷേ സതീശന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. ഇന്ന് നമ്മൾ കേരളം ചിന്തിച്ച് തുടങ്ങിയതും അതുതന്നെയാണ്. അത് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ, കണക്ടിവിറ്റി ഇല്ലാതെ ടൂറിസം പോലും നടക്കില്ല. ആദ്യത്തെ ടെക്നോ പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സ്റ്റേറ്റാണ് നമ്മളെന്ന് ആലോചിക്കണം. ഇലക്ട്രോണിക്സ് പാർക്കായിട്ടാണ് തുടങ്ങുന്നത്, സോഫ്റ്റ്വെയർ അല്ല. ഇലക്ട്രോണിക്സ് പാർക്ക് ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു സ്റ്റേറ്റ് ഇന്ന് ഇതിന് ശേഷം തുടങ്ങി ഒരുപക്ഷെ ജമ്മു ആൻഡ് കാശ്മീർ കുഡ് ഹാവ് ബീൻ ബെറ്റർ അല്ലെങ്കിൽ ബിഗർ ദാൻ വാട്ട് വി ആർ. അതെ. അപ്പോൾ അതിനെന്തോ ഒരു സ്ട്രക്ചർ ഇപ്പം നിസാൻ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം വന്നു. എന്തുകൊണ്ട്? ട്രേഡ് യൂണിയനിസം ഒന്നൊന്നും പറയാനൊക്കില്ല. കാരണം അങ്ങനെ വലിയൊരു സമരമോ കാര്യങ്ങളൊന്നും ടെക്നോ പാർക്കിനകത്തില്ല. ഇവിടെ നമുക്കൊരു ഇൻഫ്രാ ഫെസിലിറ്റി ഇല്ല. അവർക്ക് വേണ്ട 2000-3000 പേർക്ക് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാനുള്ളൊരു ബിൽഡിംഗ് ഇല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ നോർത്ത് ഇന്ത്യയിൽ നിന്നും മറ്റും വന്ന് വർക്ക് ചെയ്യുന്നവർ പറയുന്നത് അവർക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ് മാത്രമേ അവൈലബിൾ. ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡ് പോലും ഇല്ല. ഇറ്റ്സ് ബേസിക് നീഡാണ്.
അവർക്ക് നൈറ്റിൽ എൻ്റർടൈൻമെൻ്റ് ഇല്ല. അപ്പോൾ കണക്ടിവിറ്റി ഇല്ല. തിരുവനന്തപുരത്ത് കണക്ടിവിറ്റി ഇല്ല. നിസ്സാനിയുടെ വരാത്തതിൻ്റെ മേജർ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ സീനിയർ പ്രൊഫഷണൽസിന് ജപ്പാനിൽ നിന്ന് ഇവിടെ കേരളത്തിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് വരാനുള്ള കണക്ടിവിറ്റി മോശമാണ് എന്നുള്ളതാണ്. ഒരു ബിസിനസ് ക്ലാസ് ട്രാവലിന് അന്ന് ഒരു ഫ്ലൈറ്റ് അവൈലബിൾ അല്ലായിരുന്നു. അന്ന് സിംഗപ്പൂർ ട്രിവാൻഡ്രം കണക്ടിവിറ്റി വാസ് വിത്ത് സ്കൂട്ട്. ഇവിടെ സിൽക്ക് എയർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കൊച്ചിയിലേക്ക് മാറി. അപ്പോൾ ഇതൊരു ഒരു ഒരു സമഗ്രമായ ഒരു ഡെവലപ്മെൻറ്റ് വിഷൻ ഉണ്ടാകാതെ ഇത് ബ്യൂറോക്രാറ്റ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നല്ലാതെ ഒരു ബിസിനസ് മാനേജ് ചെയ്യുകയല്ല എന്നുള്ള റിയലൈസേഷൻ വരുത്തുക. പ്ലാനിങ്ങിനും മറ്റുമൊക്കെ ഇവിടുത്തെ ബിസിനസ് ലീഡേഴ്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും മറ്റുമൊക്കെ കൊണ്ടുവരിക. ഇതിപ്പോൾ അങ്ങ് പറഞ്ഞ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ്, മിഷൻ സമുദ്ര എന്ന ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മിഷൻ അക്കംപ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ ഗോളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എക്സ്പേർട്സ് വേണം നമുക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓക്കെ IAS ഉദ്യോഗസ്ഥരൊക്കെ കഴിവുള്ളവർ തന്നെയാണ്. അല്ല, അവർക്ക് അവരുടേതായ കഴിവ് അവരുടെ പർട്ടിക്കുലർ ഇതിലാണ് ട്രെയിൻഡ്. അതാണ് അഡ്മിനിസ്ട്രേഷനിൽ ഞാൻ ഇവരാരും കൊള്ളരുതാത്തവരെന്നല്ല. പക്ഷേ ഈ സമുദ്ര പോലുള്ള പ്രോജക്റ്റ് സക്സസ്ഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ആൾക്കാരെ അതാണ് അദ്ദേഹം പറഞ്ഞത് പ്രൈവറ്റൈസേഷൻ, PPP മോഡൽ. അതെ, ഇതെല്ലാം ഇന്ന് കേന്ദ്രം ചെയ്യുന്ന ആ മോഡൽ തന്നെയാണ്. ഓക്കെ, ഒരു വശത്തുകൂടി അതിനെ കുറ്റം പറയും, മറുവശത്തുകൂടി ഇതിനെ accept. See, that is a successful model. From a fragile 5 to a fastest growing economy, 7.7% GDP growth ഉള്ള വേറെ നേഷൻ ഇല്ല. അപ്പോൾ ഈ പറയുന്ന നയങ്ങൾ പ്രൂവണാണ്, 12 വർഷം കൊണ്ട് പ്രൂവണാണ്. അപ്പോൾ ഇന്ന് ഈ 12 വർഷത്തെ കാര്യം പറയുമ്പോഴും ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടേ പറയുന്നുള്ളൂ. നമ്മളിപ്പോഴും നമ്മുടെ ടാർഗറ്റ് വികസിത് ഭാരത് 2047 ആണ്. അതെ, 2047 ആണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറും ഫൗണ്ടേഷൻ്റെ ഒരു പൈലെടുത്തൊക്കെ ഇട്ടിട്ടേ ഉള്ളൂ. അതെ അതെ. ഉദാഹരണത്തിന് ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, ഈ നമ്മളിപ്പോൾ ഈ ഹെൽത്ത് സെക്ടർ എടുത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത് 70% ആൾക്കാർ പോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ്. കാരണം അത്രയും ശൃംഖല അവർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി 30% ആണെങ്കിലും ബാക്കി 30% ആണ് സർക്കാർ മേഖലയിലുള്ളത്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായി തന്നെ പലരും ചൂണ്ടിക്കാണിക്കുന്നത്, ആരോഗ്യരംഗത്തുള്ളവർ തന്നെ പറയുന്നത്, ഈ പ്രൈവറ്റ് സെക്ടറിനെ മാറ്റി നിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു സംസ്ഥാന സർക്കാർ ശ്രമിച്ചു. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടറിനെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് പോവേണ്ടതാണ്. ഞാൻ ചെയ്യുന്നത് ആ ഒരു ക്രിറ്റിസിസം വെറുതെയല്ലേ? അദാനിയുടെ ബലൂൺ പറപ്പിച്ച് വിട്ട ഒരു മുഖ്യമന്ത്രിയല്ലേ നമ്മുടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ ഈ പ്രൈവറ്റ് സെക്ടറിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതെന്താ? എഗൻസ്റ്റ് അല്ല. ഇവിടെ ഒരു ഗവേണൻസ് ഫെയിലിയറാണ്. അല്ലാതെ ഇത് ഒരു നൈതികമായിട്ട് ലുലു മാളെന്ന് പറഞ്ഞാൽ എഴുതി വെച്ച ബോർഡുള്ള KSRTC ബസ് അങ്ങ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതൊരു മുതലാളി അല്ല എന്ന് പറയുമോ? അദ്ദേഹം എന്താ ഒരു പാർട്ടി മെമ്പറാണോ? അല്ലല്ലോ. അല്ല. അപ്പോൾ അദാനി ആണെങ്കിൽ ഇത് ഒരു പൊളിറ്റിക്കൽ മാറ്റർ മാത്രമായി, ഗവേണൻസിലുള്ള ഫെയിലിയറായി, ടോട്ടൽ കെയോട്ടിക്കായി, ഡിസിഷൻ മേക്കിംഗ് കംപ്ലീറ്റ്ലി സെൻറ്റേർഡായി, ഒരാൾ മാത്രം പറയുന്ന രീതിയിൽ അനുസരിക്കുന്നത്. അത് ഒരുപക്ഷെ നല്ലതായിരിക്കാം. ഇപ്പോൾ ഇതേ ക്രിറ്റിസിസം തന്നെ നരേന്ദ്രമോദിയെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം ഈ പറയുന്ന ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളൊരു ക്രിറ്റിസിസം കേട്ട് നമുക്കെനിക്ക് പേഴ്സണലി അറിയില്ല. എനിക്ക് തോന്നുന്നു അതിന് APM ചെയ്തതാണ് ഇവിടെയും. ഒരാൾ മാത്രമായി ഡിസിഷൻ മേക്കർ. ആ ഡിസിഷൻ മേക്കർ ഒന്നായപ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് പാളി. അതെ, അത് റിയലൈസ് ചെയ്ത് ഇപ്രാവശ്യത്തെ ഗവൺമെൻറ് മുന്നോട്ട് പോയാൽ, ഒരു കൊളാബറേറ്റീവായിട്ടും മറ്റുമൊക്കെ പോയാൽ, ആളുകളുടെ ഈ ഒരു എന്താ പറയുന്ന ഒരു പ്രൊഫഷണൽസിൻ്റെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ, അവരുടെ നിന്നുള്ള ഇൻപുട്സ് എടുക്കുകയാണെങ്കിൽ, ഡെഫിനറ്റായിട്ട് ഇതൊരു നടക്കാൻ വയ്യാത്ത കാര്യമല്ല. ഓക്കെ, the possibilities are huge, which is duly identified also. നമ്മുടെ ഈ ബഡ്ജറ്റിൽ ആകെ ഞാൻ കാണുന്നത് ചില ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തു എന്നല്ലാതെ ബിയോണ്ട് വിച്ച് ദ എൻറ്റയർ തിങ് ഈസ് ഹോളോ. അപ്പോൾ ഒരു ഡെവലപ്മെന്റൽ പുഷ് ഇല്ലാത്ത ബഡ്ജറ്റ് എന്നാണോ? 400 crores ഫോർ എ പ്രോജക്റ്റ് ലൈക്ക് ഈ സമുദ്രം മിഷൻ. 400 കോടി എന്ന് പറയുമ്പോൾ ഇതുപോലൊരു പ്രോജക്റ്റിൻ്റെ 600 കിലോമീറ്റർ കൺസൾട്ടൻസി കൊടുക്കാനായിട്ട് എന്ത് വേണ്ടി വരും? ഓക്കെ, ഐ എം ടോക്കിംഗ് അബൌട്ട് feasibility study. ഇന്ന് വലിയ കൺസൾട്ടിങ് ഫേംസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അവരുടെ എന്താ ഫീ?
കറക്റ്റ്, അതെ, വലിയ ഫീസ്. അപ്പോൾ PWCയെ പറ്റിയൊക്കെ ഉള്ള അലിഗേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. കൺസൾട്ടൻസി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയാനൊക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇങ്ങനെ ഒരു ഉദ്യമത്തിന് അദ്ദേഹം ഇറങ്ങരുതായിരുന്നു. ഹി ഷുഡ് ഹാവ് വെയിറ്റഡ് ആൻഡ് വാച്ച്ഡ്. പക്ഷേ ഇന്ന് ഈ പറയുന്ന പോലെ ഇത്രയും പേപ്പറുകളിൽ, ഇത്രയും ന്യൂസ് പേപ്പറിൽ നിറഞ്ഞു നിന്ന് അദ്ദേഹത്തിന് ഉള്ള ക്യൂഡോസും അതിൻ്റെ ആ മാസ്മരികതയും വിസ്മയവും മാജിക്കും എല്ലാം പറയണമെങ്കിൽ അത് എത്ര കോടി രൂപ കിഫ്ബി കഴിഞ്ഞ പ്രാവശ്യം ചിലവാക്കി വികസനത്തിനെ പറ്റി പറയാൻ എന്ന് നോക്കുകയാണെങ്കിൽ അതാണ് ആ ആകെപ്പാട് അദ്ദേഹത്തിന് കിട്ടിയൊരു ബന്ധം. പക്ഷേ in the bargain he became responsible for everything. അദ്ദേഹം അക്വിറ്റ് ചെയ്തു ആ ബഡ്ജറ്റിനെ പറ്റിയോ ഇനി സംസാരിക്കാൻ പറ്റില്ല. കാരണം ദ റിവൈസ്ഡ് ബഡ്ജറ്റ് ഹാസ് ബീൻ പ്രസൻറ്റഡ്. അത് പാസ്സാകുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ശ്രീ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പ് ഹാൻഡിൽ ചെയ്യുന്ന മുഖ്യമന്ത്രിയുടേതാവും. അവിടെയാണ് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞത്. പണമുണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇല്ല എന്നുള്ളത് വൈറ്റ് പേപ്പർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കറക്റ്റ്. അപ്പോൾ അവിടെ ഞാൻ ചോദിച്ചോട്ടെ സാർ, ഇപ്പോൾ ഈ ഹെൽത്ത് സെക്ടറിലേക്ക് 2700 കോടിയിൽ പരം രൂപയാണ് നീക്കി വെച്ചിരിക്കുന്നത്. ഒരുപാട് പദ്ധതികളുണ്ട്. ഈ അങ്ങിപ്പോൾ പറഞ്ഞ പോലെ അതേ മോഡലിലാണെന്ന് തോന്നുന്നു നമ്മുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി, ഇൻഷുറൻസ് പദ്ധതി. 25 lakhs കവറേജാണ് ഒരു കുടുംബത്തിന് കിട്ടുന്നത്. പക്ഷേ 10 കോടി രൂപയാണ് നീക്കി വെച്ചിരിക്കുന്നത്. മേ ബി നമുക്ക് അനുമാനിക്കേണ്ടത് അത് കൺസൾട്ടൻസി അല്ലെങ്കിൽ പ്രാരംഭ നടപടികൾക്ക് വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പം ഒരു റെയിൽ പാത, അപ്പോൾ കേരളത്തിന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ശബരി റെയിൽ പാത കിട്ടി. അതിൻ്റെ പ്ലാൻ അലൊക്കേഷൻ എത്ര? 1 ലക്ഷം രൂപ. ഇതായിരുന്നു അതായത് പ്രഖ്യാപനങ്ങൾ ചെയ്യുക, ആ ചെയ്യുന്നതിന് ഒരു ഫോളോ അപ്പ് ഇല്ലാതിരിക്കുക. കാരണം അടുത്ത ബഡ്ജറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ വയനാട് ബ്രാൻഡ് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക അല്ലേ? എത്ര പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഈ വയനാടിൻ്റെ ബ്രാൻഡ് ചെയ്യുന്ന കാഫിയെ പറ്റി നമ്മൾ കേട്ടു. അപ്പോൾ ഇത് നമ്മളും ബാധകമല്ല. അപ്പം ഒരു എക്കണോമിക് സർവേയിലാണെങ്കിലോ ഇവിടുത്തെ എക്കണോമിക് റിവ്യൂവിലാണെങ്കിലോ നമ്മൾ ഇതൊന്നും കാണാറില്ല, വായിക്കാറില്ല. ഗവൺമെൻറ് അക്കൗണ്ടബിൾ അല്ല. പ്ലാൻ എക്സ്പെൻഡിച്ചർ കുറച്ചു. ഈ പ്ലാൻ എന്താ നോൺ പ്ലാൻ എന്താ ഇല്ലല്ലോ. ഇന്ന് പ്ലാനിങ് ബോർഡേ ഇല്ല. ഇവിടെ കുറേ ആളുകൾക്ക് സാലറി കൊടുക്കാൻ മാത്രം വച്ചിരിക്കുന്ന ഒരു സാധനമല്ലേ ഇത്. അപ്പം അത് മാറി കുറേ കൂടെ പ്രാക്ടിക്കൽ. ഇപ്പം എന്തുകൊണ്ട് റെയിൽ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും മെർജ് ചെയ്തു? അപ്പോൾ ഇതൊക്കെ അനാവശ്യമായ എക്സ്പെൻഡിച്ചറാണെന്നും പ്ലാൻ ഇത് റെയിൽവേയുടെ അതിന് ശേഷമല്ലേ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നത്. റെയിൽവേക്ക് പ്രത്യേകം ബഡ്ജറ്റ് ഉണ്ടായിട്ടാണോ? ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചറലായിട്ടുള്ള കറക്ഷൻസ് നമ്മൾ ഇതിനകത്ത് കാണുന്നില്ല. അത് കാണാത്തതെന്ന് പറഞ്ഞാൽ ടൈമില്ലായിരുന്നു. ഞാനിത് അദ്ദേഹത്തിനായിട്ട് തയ്യാറാക്കി എന്നുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിൽ പറയുന്നതെന്നാണ് അങ്ങ് പറയുന്നത്. വെൽഫെയർ മെഷേഴ്സ് കുറവായിരുന്നു എന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ മറ്റുള്ളവർ പറയുന്നു ടാക്സിൻ്റെ അമിതഭാരം അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് ഈ കാര്യങ്ങൾ, അതായത് ഒരു വെൽഫെയറിന് കൂടുതൽ ഊന്നൽ നൽകുന്നതായിരിക്കണമോ ഒരു ബഡ്ജറ്റ് എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷത്തെ പ്രശ്നം അവിടെയല്ലേ, കടമെടുത്ത് വെൽഫെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതെ, മനസ്സിലായില്ലേ? അതിന് ഐസക്ക് കുറേ തിയറിയൊക്കെ പറയും. വെൽഫെയർ വരുമ്പം കൺസംഷൻ കൂടുമെന്നും, കൺസംഷൻ കൂടിയാൽ ഇങ്ങനെയുള്ള കുറേ പഴയ കാലത്തിൽ തിയറി, ഇതൊന്നും തിയറി മാത്രമാണെന്നും ഇതിനകത്ത് പിൻ പ്രാക്ടീസ് നടന്നിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് വെൽഫെയർ എന്ന് പറയുന്നത് ഒന്നുകിൽ സ്റ്റേറ്റിന് അത്രയും വരുമാനം വരണം. ഇപ്പം ഫോർ എക്സാമ്പിൾ നാച്ചുറൽ റിസോഴ്സസ് ഉള്ള ഒരു രാജ്യം അല്ലെങ്കിൽ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രാജ്യമാണ് ചൈന. ചൈന പോലും ആൾ ജോലി ചെയ്യാതെ ഒരു വെൽഫെയർ മെഷർ കൊടുക്കാറില്ല. അതേസമയം അറേബ്യൻ കൺട്രീസിലാണെങ്കിൽ ഓയിൽ വെൽത്ത് അവർ യൂസ് ചെയ്യുന്നു, അവരുടെ സിറ്റിസൺസിനെ അവർ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. അത് ജോലി ചെയ്തില്ലെങ്കിലും പൈസ കൊടുക്കാം. കാരണം അത്രയ്ക്കധികം അവർക്ക് ആ റിസോഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് അവിടുത്തെ സ്വദേശിയർ കുറവാണ്, നമ്പേഴ്സ് കുറവാണ്. ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ബിലോ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് വലിയ തോതിലുണ്ടായിരുന്ന അവിടെ നിന്ന് ഈ അതിദാരിദ്ര്യമുക്തമായി എന്ന് കേരളമായി എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ഒരു വെൽഫെയർ മാത്രം കൊണ്ടാണോ ഇതായത്? ഒരു പക്ഷേ ആ അതിദാരിദ്ര്യരെ നമ്മൾ വെൽഫെയർ കൊണ്ട് സഹായിക്കേണ്ടിയിരിക്കുന്നു, ഇല്ല എന്നല്ല. പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു എക്കണോമിക് ഒരു ഉയർച്ച ഭാരതമെല്ലാം ഉണ്ടായത് അവിടുത്തെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ക്രിയേഷൻ, ഒരു വലിയ നെഗറ്റീവ് പറയുന്ന ജോബ് ക്രിയേഷൻ നടന്നിട്ടില്ല എന്നുള്ളൊരു
അക്വിസിഷൻ ഉണ്ട്. എന്നാൽ പോലും 15-18 കോടി ആളുകളുടെ ജോബ്സ് വന്നിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ പുഷിലാണ് ഏറ്റവും ജോബ് കൺസ്ട്രക്ഷനിലാണ് ഏറ്റവും ജോബ് ഹെവി ഇത് ഉണ്ടാകുന്നത്. ഓക്കെ. ഒൺലി തിങ് ഇസ് അതിന് ഒരു ക്വാളിറ്റി ജോബ് അല്ല, മാനുവൽ ലേബർ ആണ് എന്നൊക്കെ. എന്ത് കാര്യവും നമ്മൾ ഈ പറയുന്ന പോലെ രണ്ട് സൈഡ് ഉണ്ടാക്കാം. ഇവിടെ നമ്മൾ വെറുതെ കുറേ തൊഴിലില്ലായ്മ വേതനം മുതൽ തുടങ്ങി ഇന്ന് ആ പല പല പെൻഷനുകളും കൊടുത്ത് പലരും അതിൻ്റെ മറവിൽ ഈ തൊഴിലുറപ്പ് വരെയുള്ള കാര്യങ്ങൾ ഒരു 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 എന്താ പറയുന്നത് സൗകര്യമായിട്ടെടുത്ത്. അപ്പോൾ എനിക്കൊരു ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു വെൽഫെയറിനോട് എനിക്ക് അങ്ങനെ ഒരു വലിയ ഒരു മമതയുള്ള ഒരാളല്ല പേഴ്സണലി. വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ആ ഒരു നടപടി കൂടി കുറച്ചുകൂടി സ്ട്രോങ് ആക്കണമായിരുന്നു എന്ന് തോന്നുന്നു സാർ. അതായത് പണ്ട് നമുക്ക് ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഇത്രയും സെൻസിറ്റീവ് ആകാനുള്ള കാരണം പണമില്ലാത്തതാണ്. പണ്ട് 80കളിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് ലോട്ടറി തുടങ്ങുന്നത് തന്നെ ആരോഗ്യ മേഖലയിലേക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടി, പിന്നീട് ബെവ്കോ സർചാർജ് അതിനു വേണ്ടി. ഇപ്പോൾ ഇത് രണ്ടുമില്ല. ആരോഗ്യ മേഖലയിലേക്ക് ചിലവഴിക്കാൻ പണം അത്തരത്തിൽ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ സർക്കാരിൻ്റെ ബഡ്ജറ്ററി അലോക്കേഷൻ, സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും പണം അത്തരത്തിൽ പുഷ് ചെയ്യേണ്ടി വരുന്നു. 77% കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ. അതിനകത്ത് ഹെൽത്ത് കെയർ ഉണ്ട്. അതെ, ഡോക്ടേഴ്സിനും നഴ്സസിനും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാം പണം കൊടുക്കുന്ന ഈ പറയുന്ന ഈ സാലറീസും പെൻഷനും ഒക്കെ അതിലും അലോക്കേറ്റഡ് ആണ്. അഡ്വാൻസ്മെൻറ്റ് അതില്ല. മോഡേൺ എക്യുപ്മെൻറ്റ് പലതും വാങ്ങിച്ചാൽ അതിനകത്ത് ഡയഗ്നൈസ് ചെയ്യുന്നത് പോലും ആളില്ല. അപ്പോൾ ഒരു ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഒരു വെൽഫെയർ മെഷർ ആണെങ്കിലും അത് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു ഡിഫിക്കൽട്ടി നമ്മൾ കാണുന്നുണ്ട്. അതെ, ഇപ്പോൾ തന്നെ ഈ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂട്ടി. അപ്പോൾ അതിൽ ആരോഗ്യരംഗത്തെ വിദഗ്ധരുമായി സംസാരിച്ചോ പറയുന്നത് അത് ബഡ്ജറ്റിൽ പറഞ്ഞില്ലേ ഉള്ളൂ. ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജ് കൂടി വരുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് വരുന്നുണ്ട് എന്നാണ്. ആലപ്പുഴ ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഡു യു ഹാവ് ടു ഡിസ്കസ് ദാറ്റ്? അതൊരു പ്രഖ്യാപനമല്ലേ ഉള്ളൂ. പ്രഖ്യാപനം മാത്രമാണ്. അതെ, അതുകൊണ്ട് ഡോണ്ട് വറി. ഓക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ചിലപ്പോൾ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് ഒരു മെഡിക്കൽ കോളേജ് നിങ്ങൾ ചെയ്തു എന്ന് പറയാം. ഓക്കെ. അല്ലെങ്കിൽ ഒരു പക്ഷേ എയിംസ് വരാം. ഈ PPP മോഡലിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ആരോഗ്യ മേഖലയിൽ വരുന്നത് എന്നെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, എനിക്ക് ഇതൊന്ന് ഓപ്ഷൻ. അത് നമ്മുടെ ഇന്ന് നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് 26% ഉള്ളൂ കേരള സർക്കാരിന്. അതേസമയം വിഴിഞ്ഞം പോർട്ടിലിൻ്റെ ഏതാണ്ട് ഈ പറയുന്ന കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരും കൂടെ ഏതാണ്ട് 70%-ഓളം ഹോൾഡിങ് ഉള്ളതാണ്. അതെ. രാജ്യത്ത് വൈ ഡു യു ഹോൾഡ്? യു മോണിറ്റൈസ് ഇറ്റ്, കീപ് ഇറ്റ് അറ്റ് 26%. LIC ഷെയർസ് അലോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. IPO വന്നപ്പോൾ IPO വന്നു. ഇതിനകത്ത് വലിയ സ്വകാര്യ മേഖല 5% കൊടുത്തത്. ഇന്ന് ഇതിനകത്ത് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ആരാ? ബൈ ദ പീപ്പിൾ. അതെ, ഞാനാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഷെയർസ് ഞാൻ ഹോൾഡ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ മാനേജ്മെൻറ്റ് ഇല്ല, കൺട്രോൾ ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഐ എം ഓൾസോ പാർട്ടിസിപ്പേറ്റിംഗ്. യെസ്. അതിൻ്റെ ഓണർഷിപ്പ് എനിക്ക് ഫിസിക്കലി ആയിട്ടും കൂടെ കിട്ടുന്നു. ഇന്ന് LIC ബോണസ് ഷെയർ ഈക്വൽ എമൗണ്ട് കൊടുത്തു. 1000 ഷെയർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അഡീഷണൽ 1000 ഷെയർ വന്നു. അതെ. അപ്പം ഇങ്ങനെയുള്ള ഒരു മറ്റേതെന്ത് പറ്റും? ഒരു റോഗ് സർക്കാരാണെങ്കിൽ അത് ആ പണം മുഴുവൻ അതിൻ്റെ ഡിവിഡൻഡ് മുഴുവൻ അവർക്ക് പോകും. കറക്റ്റ്. അവരുടെ വിംസ് ആൻഡ് ഫാൻസിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് തെറ്റാണ്. അതിൽ നിന്നാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. ഈ തെറ്റാണ്, എന്തോ ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറയുന്നത് ഒരു റോങ് നറേറ്റീവാണ്. ആളുകളെ എന്തോ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്നത്. ദാറ്റ്സ് നോട്ട് എ ബാഡ് വേർഡ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ആ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പണ്ട് മുതൽ തന്നെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം ഈ ഓൺട്രപ്രനേഴ്സ് കഴിഞ്ഞ കുറച്ച് നാൾ മുൻപ് വരെ നമ്മളെല്ലാം ഒരു ക്ലറിക്കൽ ജോബിലേക്ക് ട്രെയിൻ ചെയ്യപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ കടന്നു വന്നവരാണ്. ആ ഒരു ചിന്താഗതി ചെറുപ്പം മുതൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്നവരാണ്. വീട്ടിലാണെങ്കിൽ തന്നെ എല്ലാവരോടും പറയുന്നത് പഠിച്ചൊരു ജോലി വാങ്ങണം എന്നാണ്. ഒരു ഓൺട്രപ്രണർ ആകരുത്, അല്ലെങ്കിൽ അങ്ങനെ വെറുതെ റിസ്ക് എടുത്ത് വയ്ക്കരുത്, വെറുതെ ടെൻഷൻ എടുത്ത് വയ്ക്കരുത് എന്ന് പറയുന്ന ഒരു പൊതുബോധമുണ്ടായത് അങ്ങനെ ആയിരിക്കണം. അബ്സല്യൂട്ട്ലി. കാരണം ഇതൊരു ബ്രിട്ടീഷ് ലെഗസി ആണല്ലോ നമുക്കുള്ളത്. ഓക്കെ. ആ ബ്രിട്ടീഷ് സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്യണം എന്ന് വളരെ ശാഠ്യം പിടിക്കുന്നത്. അതൊക്കെ ആണല്ലോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം റീവാമ്പ് ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ലെഫ്റ്റ് നറേറ്റീവും ഉണ്ടായിരുന്നു. ഈ പറയുന്ന ബേസിക്കലി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ബേസിക് സോഷ്യലിസ്റ്റ് ലെഫ്റ്റിസ്റ്റ് ഓർഗനൈസേഷനാണ്, ഒരു പ്യുവർ ആൻഡ് സിമ്പിൾ.
അത് അവരുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു പ്രൈവറ്റൈസേഷൻ ഒന്നും ഒരു കോൺഗ്രസ് ആണെങ്കിലും ഇവിടെ ഭരിച്ചിരുന്നാണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് വലിയ വലിയ ഈ പ്രൈവറ്റൈസേഷൻ്റെ മാലാകമാരൊന്നും അല്ലായിരുന്നു. ഓക്കെ, അവരും ഈ PSUസിൻ്റെ ഇതാണ്. പക്ഷേ ഒരു പക്ഷേ ഞാൻ അതിനകത്തൊന്നും നെഹ്റു ചെയ്തത് തെറ്റെന്നൊന്നും പറയാൻ ആളല്ല. അന്നത്തെ കാലഘട്ടത്തിന് അത് ഒരു പക്ഷേ റിക്വയർഡ് ആയിരുന്നു. ഇന്നതല്ല, സാഹചര്യം മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിലപാടുകളുടെ രാജകുമാരനായിട്ട് കാര്യമില്ല. എന്താണോ ആവശ്യം അതനുസരിച്ച് നിലപാട് മാറ്റുന്നതാണ് ഒരു ഭരണാധികാരിക്ക് വേണ്ടത്. ഓക്കെ, ഒരു ഫാം ലോ എന്ന് പറയുന്നത് കർഷകർക്ക് വേണ്ടി കൊണ്ടുവന്നു. അത് ആർക്കും വേണ്ട വലിയ തോതിൽ അതിനൊരു ഇതുണ്ടായപ്പോൾ അത് വിഡ്രോ ചെയ്യാനൊരു ഇത് കാണിച്ചത് ഞാൻ അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഒരു മർക്കട മുഷ്ടി കാണിച്ച് അവിടെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. സി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു വാണ്ട് ആസ് എ പേഴ്സൺ. ഞാനിത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുകയാണ്. പക്ഷെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അടി തന്ന് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ നടന്ന വലിയ കർഷക സമരം എന്നൊക്കെ പറയുന്ന ഒരു ആൻറ്റി നാഷണൽ ഇതിനെ ഇത്രയും അത് വൾഗറാകാമായിരുന്നു. ഓക്കെ, ഈ തിയാനൻമെൻ സ്ക്വയർ പോലെ നമുക്ക് ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്തില്ല. ഫാം ലോസ് അൾട്ടിമേറ്റ്ലി ഇത് വിഡ്രോ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് മണ്ഡി സിസ്റ്റം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇഫ് ദാറ്റ് ഈസ് യുവർ വിൽ. അവിടെയാണ് ചൂഷണം നടക്കുന്നത് എന്നുള്ളത് അത് ഡിസ്കസ് ചെയ്ത് എല്ലാ പാർലമെൻ്ററി കമ്മിറ്റിയും അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അത് ഇഫ് യു സ്റ്റിൽ സേ ഇതാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഭരണാധികാരിക്ക് ചെയ്യാനില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ അദ്ദേഹത്തിന് ഒരു ഫ്ലെക്സിബിലിറ്റിയോ അല്ലെങ്കിൽ അവിടെ ഒരു മർക്കടമുഷിയോ ഒരു ഈഗോയോ അത് അങ്ങനെ ഒരു ടെൻഡൻസിയാണ് നമ്മുടെ ഈ ബഡ്ജറ്റിൽ കാണുന്നതെങ്കിൽ ഞാൻ ഹോൾ ഹാർട്ടഡ്ലി വെൽക്കം. അതിൻ്റെ ഈ വിസ്മയം കൊണ്ടൊന്നുമല്ല. ഐ സി എസ് വെരി സീരിയസ് അലൈൻമെൻറ്റ്. ആ അലൈൻമെൻ്റ് എന്ന് പറയുന്നത് കേന്ദ്ര പദ്ധതികളുമായി ചേർന്ന് നിന്ന് സർക്കാരുമായി ചേർന്ന് നിന്ന് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി മേജറായിട്ട് ഇപ്പം എയർക്രാഫ്റ്റ്സ് ആണെങ്കിലും MRO ഫെസിലിറ്റി ആണെങ്കിലും ഇവിടെ MRO ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വരുന്നൊരു ബിസിനസ്സുകാരന് വേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ഉള്ളത് അനുസരിച്ച് അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പറഞ്ഞാൽ പോരാ, പ്രവൃത്തി കാണും. റോഡ് നമ്മൾ NH ഇതുവരെ നമുക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല. അത് ഇവിടെ ഫിസിക്കലി ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ കേരള. ഇറ്റ്സ് റിയലി സാഡ്. ഇത്രയും ഇങ്ങനെ നീണ്ട് ഡ്രാഗ് ചെയ്ത് പോകും. അത് കേന്ദ്രമാണ് NH, ഞാനല്ല എന്ന് പറയുന്നതിലല്ലല്ലോ. അതിനകത്ത് ഇൻ്റർവീൻ ചെയ്ത് എൻ്റെ സ്റ്റേറ്റിൽ നടക്കുന്ന ഞാൻ തന്ന ലാൻഡിൽ പണി ചെയ്യുമ്പോൾ അത് ഇത് ചെയ്യണം എന്ന് പറയാനുള്ള ആർജവം നമുക്ക് വേണം. അതെ, അത് വികസനത്തിന് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കിട്ടിയിട്ടുള്ള ഗഡ്കരി പോലൊരു മിനിസ്റ്ററാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഡീൽ ചെയ്യപ്പെടില്ല എന്നല്ല. അപ്പോൾ അതിനകത്ത് വേറെ എന്തോ കാര്യങ്ങളുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ക്വാറിങ് അനുവദിക്കുന്നില്ല. അപ്പോൾ മെറ്റലിൻ്റെ അവൈലബിലിറ്റിയുടെ പ്രശ്നമുണ്ട്, ലേബറിൻ്റെ അവൈലബിലിറ്റി പ്രശ്നമുണ്ട്, അട്ടിമറി കൂലിയുടെ പ്രശ്നമുണ്ട്, കോൺട്രാക്ടറിൽ നിന്ന് പണം ചോദിക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട്. ഇങ്ങനെ 100 പ്രശ്നങ്ങളാണ് ആക്ച്വലി ഇവിടെ ഈ ഒച്ച എഴുതുന്നത് പോലെ എഴുതി നീങ്ങുന്നത്. നമ്മുടെ എന്തുമാത്രം പണമാണ് അതിനായിട്ട് നമ്മൾ ചിലവാക്കുന്നത്. കാറിൻ്റെ ഇതിലാണെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടിലാണെങ്കിലും ഒക്കെ വരുന്ന ലോസസ് ആ ഹൈ. കണക്ടിവിറ്റി റെഡിയാണോ? യു വിൽ ഹാവ് പീപ്പിൾ. ഇവിടെ നിന്ന് 2.5-3 മണിക്കൂറിനകത്ത് നമുക്ക് റോഡ് മാർഗം കൊച്ചിയിലെത്താമെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എയർ ഫെയറും കുറയും. കറക്റ്റ് കാരണം ഇവിടെ കൊച്ചിയിലുള്ള ഫെയർ അല്ല നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് പോകുമ്പോൾ. പക്ഷേ ഈ ഇവിടുത്തെ കാരിയേഴ്സിന് നമ്മൾ ഇവിടെ നിന്ന് 3 മണിക്കൂർ കൊച്ചിയിൽ നിന്ന് കയറിപ്പോൾ ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ ഇവിടെയും ഏതാണ്ട് അതെ, അതൊരു പോയിന്റാണ്. അങ്ങനെ ഈ ഒരു സംഭവം അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആകാശത്തൂടെ സഞ്ചരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ പ്രൈസിങ്ങിന് ഇന്ന് സംഭവിച്ച കാര്യം പറഞ്ഞു. ഈ പറയുന്ന പ്രിയദർശിനിന്നോ മറ്റോ പറയുന്ന ഫ്രീ ട്രാവലിനെ പറ്റി ഉള്ള ഒരു കംപ്ലയിൻറ്റ് എന്താ? സഡൻലി ഓട്ടോറിക്ഷയ്ക്ക് ഇത് കുറഞ്ഞു, പ്രൈവറ്റ് ബസ്സിലെ യാത്രക്കാർ കുറഞ്ഞു. അപ്പോൾ ഒരു എക്കണോമിക് റിപ്പിൾ ഇഫക്റ്റ് ഉണ്ട്. ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നൊരു സ്റ്റഡി ചെയ്യാതെ ഇത് രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ ഒരു സ്വപ്നമാണെന്നും അദ്ദേഹം വിഭാവനം ചെയ്ത പ്രോജക്റ്റാണെന്നും ഒക്കെ പറയുന്ന ഒരു രീതിയിലാണ് നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. യെസ്, തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരുപാട് സ്റ്റേറ്റ്സിൻ്റെ ഇന്നത്തെ സ്ഥിതി നമ്മൾ കണ്ടു. ശരിയാണ്, അൺഫോർച്ചുനേറ്റ്. ഓക്കെ, എന്തായാലും ഈ ബജറ്റിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമാണ് ഈ ചർച്ചയിൽ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതായത് ഒന്ന് എടുത്ത് പരിശോധിക്കേണ്ടത്
ഈ പ്രൈവറ്റൈസേഷനെ നമ്മൾ ഇങ്ങനെ കണ്ണടച്ച് തീർക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രൈവറ്റൈസേഷന് ആക്കം കൂട്ടുന്ന ബജറ്റാണ് എന്ന് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അദ്ദേഹം അക്കാര്യം പറഞ്ഞത്. മറ്റൊന്ന്, ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്, പക്ഷേ ഇതിനുള്ള പണം എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ഡെവലപ്മെൻറ്റിന് വേണ്ടി വികസനത്തിന് വേണ്ടിയുള്ള ആ ഒരു പുഷ് വളരെ കുറഞ്ഞ ഒരു ബഡ്ജറ്റായി ഇതിനെ ഉയർത്തി കാണിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിമർശനവും ഈ ബഡ്ജറ്റ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മിഷൻ സമുദ്ര നല്ലത് തന്നെയാണ്, അത് പക്ഷേ ഏറ്റവും കാര്യക്ഷമമായി നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി കൂടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനുള്ള മണി കണ്ടെത്തുവാനുള്ള കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇൻകം ജനറേറ്റിംഗ് സ്റ്റേറ്റായി നമ്മൾ മാറണമെങ്കിൽ ഒട്ടേറെ വഴികളുണ്ട്. അത് പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്ത് നടപ്പിലാക്കുവാനുള്ള ഇച്ഛാശക്തിയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നുള്ള കാര്യവും നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്ന ഒന്നാണ്. മറ്റൊന്നൊരു പോസിറ്റീവായി മറ്റൊരു കാര്യം പറയുന്നത്, കേന്ദ്രത്തോട് അലൈൻഡായി നിന്നുകൊണ്ട്, അതായത് കേന്ദ്രത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കാതെ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒട്ടേറെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കാണിച്ച വി.ഡി. സതീശൻ എന്ന ധനകാര്യമന്ത്രിയുടെ, മുഖ്യമന്ത്രിയുടെ മനസ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ബജറ്റ് എത്രത്തോളം അദ്ദേഹം തിടുക്കത്തിൽ അത്ര കണ്ട് പ്രിപ്പയർഡ് അല്ലാതെ തയ്യാറാക്കിയതാണ് എന്ന വിമർശനത്തെ ശ്രീ വി.ഡി. സതീശന് എങ്ങനെ മറികടക്കാൻ സാധിക്കും? അതാണ് സാമ്പത്തിക നിരീക്ഷകൻ എന്ന നിലയിൽ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്നുള്ള നിലയിൽ ഏറെ നാളത്തെ പരിചയസമ്പന്നനായ ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ ഉന്നയിച്ചത്. ഇപ്പോൾ ഈ ബജറ്റ് വേണ്ടായിരുന്നു, കുറേ കൂടി തയ്യാറെടുപ്പോടുകൂടി കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ ബജറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ കുറേ കൂടി കംപ്ലീറ്റ് ബജറ്റായി അത് മാറുമായിരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചു. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.